ഏപ്രിൽ 6-ാം തീയതി രാജ്യസഭയിൽ നടത്തിയ ഒരു വിഷയ അവതരണത്തിന്റെ ഭാഗമായി എന്റെ പാർലമെന്റിലെ ആദ്യത്തെ മലയാള ഭാഷയിൽ തുടങ്ങിവെച്ച പ്രസംഗം കൂടിയായിരുന്നു. ആനകളുടെ, നാട്ടാനകളുടെ ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്ന് ആനകളുടെ ലഭ്യത വളരെ സുലഭമായി. അക്കാലത്ത് ഈ മറ്റ് ജില്ലകളിലേക്ക്, മറ്റ് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കായാലും പള്ളികളിലേക്കായാലും ആനകളുടെ ഒരു കടത്ത്, ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഉപദ്രവം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് എലഫന്റ് എന്ന് പറയുന്ന ഒരു പൊരുളിന് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ള മനസ്സിലാക്കലിന്റെ പുറത്ത് ആന ക്രയ വിക്രയം തിരിച്ച് നിയമപരമായി തന്നെ നാട്ടിൽ, രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന ഊന്നൽ കൊടുത്തുകൊണ്ട്, എന്നാൽ അതേ ഡൊമസ്റ്റിക്കേറ്റഡ് എലഫൻസിന്റെ പ്രൊട്ടക്ഷൻ, അവർക്ക് നേരെയുള്ള ക്രൗര്യം, അവരെ കൊണ്ട് നടക്കുന്നതിലായാലും ഉപയോഗിക്കുന്നതിലായാലും ചൂഷണം ചെയ്യുന്നതിലായാലും ഒക്കെയുള്ള ക്രൗര്യം കുറയ്ക്കുന്നതിന് വളരെ രൂക്ഷമായ നിയമങ്ങൾ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ തുടരെ നൽകി ആനകൾക്കും ഒരു സേഫ് ആൻഡ് സൗണ്ട് ലിവിംഗ് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ അവരെ ആവശ്യമുള്ളിടത്തോളം കാലം അവരെ സംരക്ഷിച്ചുകൊണ്ട്, അവരോട് സ്നേഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമെന്ന ഒരു ആവശ്യം ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. നിശ്ചിതമായ സമയത്ത് പ്രസംഗം അവസാനിപ്പിച്ചെങ്കിലും 3 മിനിറ്റ് മാത്രം അവതരിപ്പിച്ചെന്നിടത്ത് ഏതാണ്ട് 4 മിനിറ്റ് തന്നു. പക്ഷെ പൊരുൾ മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് അന്നത്തെ ഇപ്പോഴത്തെ പരിസ്ഥിതി മന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ് പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു. തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ശ്രീ രാജേഷ്, സതീഷ് മേനൻ, ഡോക്ടർ ഗിരിദാസൻ ഇവരൊക്കെ ചേർന്ന്, ഗുരുജി, ഇവരെല്ലാം ചേർന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കി തന്നത് തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചതിന്റെ പശ്ചാത്തലത്തിൽ 2022 വിന്റർ സെഷനിലാണെന്നാണ് എന്റെ ഓർമ്മ ഇത് ബില്ലായി അവതരിപ്പിച്ചു. ഇതിനെ എതിർത്ത് ശ്രീ ജയറാം രമേശൻ കൂട്ടരും ഈ ഒരു സംസ്കാരത്തിനെതിരെ നിൽക്കുന്ന ആനസ്നേഹികൾ എന്ന് പറയാവുന്ന NGO സംഘങ്ങളടക്കം ഇതിനെതിരെ ഇത് സുപ്രീം കോടതിയിലേക്ക് ഡ്രാഗ് ചെയ്തു. അതിന്റെ ഒരു കാലതാമസം വന്നു. ഇപ്പോൾ ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നതിന്റെ പകർപ്പ് എനിക്ക് ഇന്നലെ ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഇവിടുത്തെ ക്ഷേത്രീയ കേന്ദ്രങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. അത് കേരളീയരും അറിയണം. ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര കർഷകരുടെ മേലേക്ക് വരുന്ന അക്രമം, അത് കാട്ടിനുള്ളിലെ ആനയുടെ എണ്ണം ഈ 2001-2 കാലഘട്ടത്തിന് ശേഷമുണ്ടായ നിയമ ഭേദഗതിയുടെ ആഘാതം അതിലുണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്ന പരിശോധനയും ഇതിന്റെ വിമർശകർ നടന്നു. ആനയെ ഉപദ്രവിക്കുന്നതിന് പല മാർഗങ്ങളും നമുക്കത് അത്യാവശ്യമായി വരുന്നു. അതിന് മയക്കുവെടി വയ്ക്കുന്നു. അതും കണക്കില്ലാതെ മയക്കുവെടി വെച്ച് ജീവനൊടുങ്ങുന്ന ജീവികളുമുണ്ട്. അപ്പോഴും നമ്മുടെ ആനപ്രണയം ചോദ്യം ചെയ്യപ്പെടുന്നു.
ഇതിനെല്ലാം ഇടയിൽ എവിടെയോ ഒരു സ്പേസ് ഉണ്ട്. ഒരു വളരെ സെൻസിബിൾ ആയിട്ടുള്ള നിയമങ്ങൾ വരണം. വളരെ സെൻസിബിൾ ആയിട്ട് ആനകൾ വേനൽക്കാലത്ത് ആനകളുടെ ഉപയോഗം നടത്തുന്ന കാര്യത്തിൽ പോലും ഒരു മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഉത്സവം നടത്തുന്നവരായാലും ആന ഉടമസ്ഥരായാലും ആന പ്രേമികളായാലും അതിലൊക്കെ ഒരു ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനൊന്നും ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. പക്ഷെ ഈ ഒരു സംസ്കാരം തുടർന്ന് പോകണം എന്നുള്ളത് മാലോകരുടെ മുഴുവൻ ആവശ്യമാണ്. അതിലേക്ക് ഒരു പ്രസംഗത്തിന്റെ പരിസമാപ്തി ഇന്നലെ കുറിച്ചിരിക്കുകയാണ്. ആനയുടെ സെയിൽ ട്രാൻസ്ഫർ സാധ്യമാക്കിക്കൊണ്ട് ഇന്നലെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള സർക്കാർ അതിന് തുടർ നടപടികൾ സ്വീകരിച്ചാൽ നമുക്ക് ഇതിന് ഏറ്റവും അധികം അന്ന് പാർലമെന്റിൽ തന്നെ പിന്തുണച്ചത് RJDയുടെ MP-മാർ. കാരണം ബീഹാറിലെ സോൻപൂർ മേള എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ 45, 50, 60 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു മേളയാണ്. അവരുടെ ഒരു വരുമാനം, അവരുടെ ഒരു ഉപജീവനം എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് അസമിലെ. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ ടൂറിസത്തിന് വേണ്ടി ഇപ്പോഴും ആനയെ ഉപയോഗിക്കുന്നു. പക്ഷെ ആ ഉപയോഗിക്കുന്നതിനകത്ത് ചൂഷണം പാടില്ല, ചോരയുടെ നിറം പാടില്ല എന്ന് പറയുന്ന പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാനും ഒരു ആന പ്രേമിയാണ്, ആന സ്നേഹിയാണ്. അപ്പോൾ ആ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ആനയെ യോഗ്യമായി നമുക്ക് സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഭാഗമാക്കാനുള്ള സംസ്കാരം തുടരണം എന്ന പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ ശ്രമം നടത്തിയത്. അത് ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പാറമേക്കാവിൽ അമ്മയെ പ്രണമിച്ചുകൊണ്ട് ഇത് ജനസമക്ഷം ഈ വാർത്ത എത്തിക്കാൻ മാത്രമാണ് ശ്രമം. ട്രാൻസ്പോർട്ടേഷനാണല്ലോ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും. ഇപ്പോഴും നമ്മൾ ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുതിയ ആനകളെ ഒരു പ്രശ്നം അതാണ്, ട്രാൻസ്പോർട്ടേഷനാണ്. പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും ഇപ്പൊ നിലനിൽക്കുന്ന ആനകൾ തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ ആനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജില്ലകളിലെയും എന്താണ് ആവശ്യകത? ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നു. ആനയെ വാങ്ങി വെക്കുന്നയാളും അതിനെ ഒരു വിൽപ്പന ചരക്കാക്കി വല്ലാണ്ട് ചൂഷണം ചെയ്യരുത്. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ആനയെ കടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സ്ട്രിഞ്ചന്റ് റൂൾ വേണം. ആന പാപ്പന്മാർക്കൊരു കൾച്ചർ വരണം. അവർക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച് നിബന്ധനകൾ വരണം. വസ്തു എന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒരു കണ്ടക്ട് വേണം, ഒരു നടപ്പ് രീതി വേണം. അത് നിഷ്കർഷിക്കണം. ആനകളില്ലാതെ നമുക്ക് പൂരം നടത്താൻ പറ്റും. ഞാൻ യോജിക്കാം. കുടമാറ്റമില്ലാതെ മനുഷ്യന്റെ തലയിൽ കുട ഏന്തി കോലം ഏന്തി അങ്ങനെ ഒരു പൂരം നമുക്ക് നടത്താൻ പറ്റും. ഹൈക്കോടതി വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു ഓർഡറിന്റെ ഒരു അന്തസത്ത നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ കഴിയും. അതായത് അതിൽ ഇവിടെ ചില ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരു കാരണവശാലും ആന ഉടമകൾക്കോ അല്ലെങ്കിൽ ആനയെ നല്ല രീതിക്ക് പരിപാലിക്കുന്ന ആന ഉടമകൾക്ക് പോലും ഈ ഉത്സവങ്ങൾക്ക് ആനകളെ ഇറക്കാൻ കഴിയാത്ത രീതിക്കുള്ള നിബന്ധനകളാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർഡർ നമുക്ക് എത്രത്തോളം ഗുണകരമാകും? കേന്ദ്രം ചില നിയമങ്ങൾ, യോഗ്യമായ നിയമങ്ങൾ അത്യാവശ്യകതയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ പിന്നെ തീരുമാനിച്ചാൽ മതി അത് നടപ്പിലാക്കുന്ന സർക്കാർ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് നിങ്ങളുടെ യോഗമോ ദുര്യോഗമോ ആണെന്ന് വിചാരിച്ചാൽ മതി. ഹൈക്കോടതി നിയമങ്ങൾ പറയും ഇത് പാടില്ല, അത് പാടില്ല എന്ന് എവിടെയും ഒരു കാര്യത്തിലും തീർത്തും പറഞ്ഞു. ഹൈക്കോടതി ചില കണ്ടീഷൻസ് വരും. ആ കണ്ടീഷൻസ് പാലിക്കാത്തടത്ത് അതിന്റെ നിയമത്തിന്റെ വാളുകൾ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിരിക്കണം. ഹൈക്കോടതി പറഞ്ഞതല്ല,
ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്നതിനാണ് ഒരു രണ്ടാനകൾ തമ്മിൽ 10 മിനിറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ കുടമാറ്റത്തിനൊന്നും ഒരു കാരണം വെച്ചാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല. അപ്പൊ അത് ആണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതവര് നിശ്ചയിക്കും, അതവര് നിശ്ചയിച്ചോട്ടെ. ജനതയ്ക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്ക് പൂരപ്രേമികൾ എന്ന് പറഞ്ഞൊരു സംഘമുണ്ട്. അവരാരും ആനപ്രേമത്തിന് എതിരല്ല. അവരും വലിയ ആനപ്രേമികളാണ്. ആനപ്രേമം ഉള്ളത് കൊണ്ട് മാത്രം പൂരപ്രേമികളായവരാണ് അല്ലേ? അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ആനയില്ലാതെ ഒരു പൂരം നടത്താൻ പറ്റുമെന്ന് ഞാൻ യോജിക്കാം. പക്ഷെ അതിന്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വെടിക്കെട്ടായ പൂരം, വെടിക്കെട്ടില്ലാതെ പൂരമില്ലാതെ. ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു എക്കണോമിക്സ് എന്താ. ഇങ്ങനെ ഒരു കുടമാറ്റം നടക്കുന്നു, പൂരം നടക്കുന്നു, വെടിക്കെട്ട് നടക്കുന്നു, അത് ഒറ്റ ദിവസത്തെ ഏർപ്പാണ്. ഇതിന്റെ അനുബന്ധ ചടങ്ങുകൾ ഏതാണ്ട് 7 ദിവസം കൊണ്ട് നടക്കും. പക്ഷെ ഇതിന്റെ പേരിൽ നടക്കുന്ന കച്ചവടം, തിരക്ക്, യാത്രാ മാർഗം ഒരുക്കുന്നവർക്ക് വരുന്ന വരുമാനം, ട്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ള ടിക്കറ്റ് വിറ്റ് വരുമാനം, ഇതെത്രയാണ്? ഈ തൃശ്ശൂർ റൗണ്ടിൽ മാത്രമല്ല, ജില്ലയിലാകമാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൂരം തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് പാലക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടി ഉൾപ്പെടെ പ്രധാന ദേവസ്വങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും അവരായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് തോന്നില്ല? അവരുടെ വികാരം പറഞ്ഞു. നമുക്ക് പക്ഷെ നമ്മള് ഒരു എന്താണ്, പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് അല്ലേ? അപ്പൊ ആ അഡ്മിനിസ്ട്രേഷണൽ ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളത് നോക്കുന്നത്, നമുക്കിത് സാധ്യമാകുന്നതാണ്, നടപ്പിലാക്കി എടുക്കാൻ നോക്കുന്നത്, ചെയ്യാൻ പറ്റുന്നത്. അത് കേന്ദ്ര മന്ത്രാലയം ചെയ്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുരേഷേട്ടൻ പണ്ട് ഗുരുവായൂർ ആനയെ നടയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇപ്പോ അല്ല അത്തരത്തിലുള്ള ഇതുപോലെ കുറഞ്ഞു വരികയാണ്. ഇപ്പോ ഗുരുവായൂരെ ആനേനെ നടയിരുത്തുന്നില്ല സുരേഷേട്ട ആദ്യം. അത്തരത്തിലുള്ള നടയത്തിൽ കുറഞ്ഞു വരികയാണ്. ഈ ഉത്സവങ്ങൾക്ക് ആനകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇതിനൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ഇതിന് ചെയ്യേണ്ട കാര്യം? സ്റ്റേറ്റ് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു കാട്ടിലെ ആനയുടെ ഒരു പ്രഷർ കുറയ്ക്കാനായിട്ട് എന്താണ് മാർഗമെന്ന് ആലോചിക്കുന്നത്. ആനയെ കൊല്ലാൻ നമുക്ക് ആഫ്രിക്കയിലെ പോലെ നിയമം ഇവിടെ അനുവദിക്കുന്നത്. ഇതിനൊരു ഇന്റർനാഷണൽ എലഫന്റ് ബ്രിഗേഡ് ഉണ്ട്, ഒരു കണ്ടിൻജന്റ് ഉണ്ട്. ഞാനത് മറ്റ് ഒരു രാജ്യത്തിന്റെ എന്താണ്, ഒരു റോയൽ സൈഡിൽ നിന്നുള്ള ഒരാളാണ് അതിന്റെ പ്രധാനപ്പെട്ട കമ്പണി. ഇവിടെ ആനയെ ഉപദ്രവിച്ചാൽ അപ്പൊ തന്നെ ഇതെല്ലാം വെച്ച് കടകൂട്ടി വെക്കണം. പക്ഷെ ആഫ്രിക്കയിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആനകളെ വെടിവെച്ച് കൊല്ലാനായിട്ട് സാങ്ഷൻ ചെയ്ത മേധാവിയാണ്. സംഭവമുണ്ടോ? ആ മേധാവി ആരാണെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു. കാട്ടിൽ നിന്ന് കൂടുതൽ ആളുകളെ നാട്ടാനകളാക്കി മാറ്റണമെന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾക്ക് സർക്കാരിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മറ്റ് മെത്തേഡ്സ് ഇല്ലെങ്കിൽ ഇതൊരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെൻസിബിൾ. പക്ഷെ അതൊരു സ്റ്റേറ്റിന് തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ അതിനുള്ള തീരുമാനമല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്ഫർ അത് അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴും കാട്ടിലുള്ള വിഷയമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് വെച്ച് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ആലോചിക്കണം എന്നേ പറഞ്ഞു. അവരിത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞല്ലോ ഈ ജില്ല ഒരു ജില്ലയിൽ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഉണ്ടാകണം. അത് പക്ഷെ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. കുടമാറ്റത്തിന്റെ വിഷയം പറഞ്ഞല്ലോ. കൂടുതൽ ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ? വേണ്ട, ഈ ജില്ലയിൽ ഉണ്ടാകുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ആറാട്ടുപുഴ പൂരം എത്രമാത്രം ആനകളാണ് അവിടെ മറ്റു ജില്ലയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത. ഈ ജില്ലയിൽ അത്ര ആന ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാ ജില്ലയിലും ഉണ്ടാവേണ്ടി വരില്ലേ? അതിന്റെ അളവെടുക്കണം. അപ്പൊ അത്രയും നാട്ടാനകൾ വേണ്ടി വരും. സർ, നിങ്ങൾ അന്വേഷിക്കൂ, 2002 ശേഷം കേരളത്തിലെ കാട്ടിലെ ആനകളുടെ എണ്ണം എത്ര മടങ്ങ് വർദ്ധിച്ചു. ആ ആനകൾക്കുള്ള വിഭവം വർദ്ധിച്ചു. അവരുടെ ജലലഭ്യത വർദ്ധിച്ചു. നമ്മൾ ഊറ്റിയെടുത്തില്ലേ?
അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെ കാട്ടാനകളെ കൂടുതൽ നാട്ടാനകളാക്കി മാറ്റുക എന്നുള്ളതല്ലേ? അതാണ് പറഞ്ഞത്. അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണം. സർക്കാരിന്റെ സെൻസിബിലിറ്റിയിലേക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഇതൊരു നിവാരണ രീതിയാണോ? ജനങ്ങളുടെ വ്യാകുലതയ്ക്ക് ഈ രീതി അവലംബിച്ചാൽ അതിന് നിവാരണം ഉണ്ടാവുക. പക്ഷെ അവിടെ ഞാൻ പറയുന്നു, ഒരാനെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ടോർച്ചർ ചെയ്യുന്നതോ അതിനെ അടിച്ച് മുറിവേൽപ്പിക്കുന്നതോ അത് മരണത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു വൈകല്യത്തിലേക്കോ ചെന്ന് പതിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൂഷൻ അനുവദിക്കാൻ ഒക്കത്തില്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള സ്ഥലമാണ് ഈ പാലപ്പള്ളി ഭാഗം. അത് ഭയങ്കരമായ രീതിയിലുള്ള ആനാശല്യം കൊണ്ട് അവിടുത്തെ ആളുകൾ കൊണ്ടുകൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടൽ ആവശ്യമില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത്. ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഒരു തടസ്സമായി നിന്നത് ആ തടസ്സം നീക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അനുബന്ധമായി അതാ പറഞ്ഞത്, get your thoughts a little sensibility. ഇത് വെച്ച് കേരളത്തിന്റെ ഇന്ന് ആന കൊണ്ട് അല്ലെങ്കിൽ ആനയെ കൊണ്ടുള്ള അക്രമത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു പോംവഴി കാണാൻ സാധിക്കുമെങ്കിൽ let Kerala government think. Let the forest minister, the chief minister, sit with people who have sensible ideologies. Let them think. ഓട്ടോ വായിച്ചതൊന്നും എനിക്ക് മനസ്സിലായത് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇപ്പൊ കാട്ടാനകളെ സംബന്ധിച്ച് ഓണർഷിപ്പ് ഉണ്ടാകുന്നില്ല. ഗവൺമെന്റ് കൊടുക്കാനാണോ? ഗവൺമെന്റ് ഇസ് ദി ഓണർ. പക്ഷെ അപ്പോഴും ഇതിൽ പിടിക്കാനായിട്ടുള്ള ഒരു അതാ ഞാൻ എന്താ പറഞ്ഞ, സർക്കാർ ചിന്തിക്കും ഇതൊരു മാർഗമായി അവലംബിക്കണോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. യോഗ്യമാണെന്ന് തോന്നിയാൽ മാത്രം. പക്ഷെ ആ ഒരു ഓർഡറിന് അങ്ങനെ ഒരു സൂചന പോലും ഇല്ലല്ലോ. കാട്ടിൽ നിന്ന് പിടിക്കാമെന്നുള്ളത് അത് നമുക്ക് തീരുമാനിക്കാം. ഈ സർക്കാരിനെ തീരുമാനിക്കാം. ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലല്ലേ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലല്ലേ ഈ സർക്കാർ തീരുമാനിക്കട്ടെ. CCF-ന് If there is an owner, if there is transferability, who is the owner? Let the government decide. അങ്ങ് പറഞ്ഞ ഇല്ലെങ്കിൽ വിഷയത്തിലേക്ക് അതിനൊരു അമെന്റ്മെന്റ് ആവശ്യപ്പെടും. ഇവിടുന്ന് പോകുന്ന MP-മാര് അവിടെ അതിനും ഒരു അമെന്റ്മെന്റ് ആവശ്യപ്പെടും. ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് വന്നു, അല്ലെങ്കിൽ ഈ ബില്ലിലൊരു വളരെ ഗണ്യമായ ഒരു മാറ്റം കൊണ്ടുവന്നു. അതിന് ഇവിടുന്ന് പോകുന്നു. ഇതിന്റെ വളരെ എന്താണ് സാങ്കേതികമായ നുവൻസസ് മുഴുവൻ ഇനിയിപ്പോ ടാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, ബി സെൻസിബിൾ. അങ്ങ് പാർലമെന്റിലേക്ക് പോയാൽ ഈ ഒരു വിഷയത്തില് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ ഈ കേന്ദ്രത്തിനും ഞാൻ പാർലമെന്റിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്തും ചെയ്തിട്ടുണ്ട്, അവിടെ ഇല്ലാതിരുന്ന സമയത്തും അത് ചെയ്തുകൊണ്ടിരുന്നു. തീർച്ചയായും ഒരു ഇടപെടലുണ്ടാവും ഇതിന്റെ ഒരു ഫോളോപ്പിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുന്നതിന് നമ്മൾ വിചാരിക്കാത്ത ചില സൊല്യൂഷൻസ്. ഇപ്പോൾ മലയോര മേഖലയിൽ ഈ ഒരു ടോർച്ചർ അല്ലെങ്കിൽ റാപ്പ് ആന മാത്രമല്ല, അല്ല, അതെ, അത് നിങ്ങളൊരു വനത്തിലെ മൃഗങ്ങളുടെ പെരുമാറ്റം, ആനയോട്ടർ എന്താണ്, ഏറ്റവും വലിയ ജീവി ഏതാണ്, അതിന്റെ ഒരു അനക്കം വന്നാൽ പുറം പാച്ചിൽ എങ്ങനെ, അത് ആനിമൽ എക്സ്പെർട്സിനോട് ചോദിച്ചാൽ പറഞ്ഞു. എനിക്കറിയാം, അത് ഞാൻ വിരോധിക്കാൻ തയ്യാറാണ്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു വാട്ട് ഈസ് ആനിമൽ പ്രഷർ. അപ്പൊ നമ്മൾ അവരൊക്കെ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. സമയം പാസ്സാക്കണം. തൃശ്ശൂരിൽ എങ്ങനെയാണ് പ്രചാരണം? നന്നായി പോകുന്നു, തൃശ്ശൂരിൽ കിട്ടും, നന്നായി പോകുന്നു പ്രചാരണം. തരുന്നതാണ്. ഒരു വിഷയം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടുകൊട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ BJP-യുടെ ഒരു വക്താവ് പറഞ്ഞു, BJP സർക്കാർ ഹൈവേകളിലുള്ള ടോളല്ല നിർത്താൻ പോകണം. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വലിയ വിഷയമാണ് പാലിയേക്കര ടോൾ. അത് നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിന് മെമ്പറോട് ചോദിക്കും അദ്ദേഹത്തിന് അങ്ങനെ വല്ല
അറിയിപ്പും കിട്ടി. എനിക്കങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമില്ലല്ലോ. അല്ല, ഒരു കാലത്തൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടിയൊക്കെ വാദിക്കുന്ന ആളാണ്. അതായത് ഈ റോഡ് ഉണ്ടാക്കിയതിനും അതിലെ പാലം ഉണ്ടാക്കിയതിനുമുള്ള ചെലവ് എത്രയാണ്, അതിന്റെ പലിശ എത്രയാണെന്നുള്ളത് ചേർത്ത് എല്ലാ ടോൾ ഗേറ്റിലും ഒരു ബോർഡ് വെക്കണം. ഞാൻ 50 രൂപ അടയ്ക്കുമ്പം -50 ഇനി ഇത്ര എന്ന് ജനങ്ങളെ അറിയിക്കണം. അത് ഏത് സർക്കാർ ഭരിച്ചാലും എന്റെ ആവശ്യമാണ്. അങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കാനൊക്കെ അടുത്ത വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അതിനും വേണ്ടി വിട്ടോളും. 12 വർഷത്തോളമായി. 12 വർഷത്തോളമായി. അതെ, അല്ല 12 വർഷം നോക്ക്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല. കേരളത്തിൽ മാത്രം 1 കിലോമീറ്റർ പണിയുന്നതിന് 100 കോടിയാണെന്ന് ഞാൻ SG കോഫി ടൈംസിൽ ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴേക്കും ചില കുട്ടന്മാര് കയറി ഇട്ടു. കള്ളം, 30 കോടിയേ ഉള്ളൂ. അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു. ആര് പറഞ്ഞിട്ട് കാര്യം? ഇന്ത്യൻ പാർലമെന്റിൽ റോഡ് വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കണം. ഇപ്പൊ കേൾക്കണം. 100 കോടിയാണ്. കേരളം അതിന്റെ 20-25% കൊടുക്കേണ്ടതാണ്, കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്തയച്ച കാര്യം അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. കേൾക്കണം. അല്ല, അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറയില്ല. പാർലമെന്റിൽ കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുക്കില്ല. നോട്ടീസ് ആ ഒരു വിഹിതം കൊടുക്കാതെ ഇവിടെ ഇപ്പൊ നമ്മൾ പണി നടക്കില്ല. എന്തോ തീരദേശ പണി നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ അക്വയർ സ്ഥലം അക്വയർ ചെയ്ത് കൊടുത്തു. അവർ കൊടുക്കേണ്ട പൈസ കൊടുക്കാണ്ട് പണി നടക്കില്ലല്ലോ. ആണോ? തീർച്ചയായും. ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറയും, ഒരു ധവളപത്രം ഇറക്കാൻ കൊടുക്കണം. ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുക്കണമെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറയും. അങ്ങ് ഏത് ചാനല? കേരളീയാണ്. എന്താ അങ്ങനെ ഒഴിവാക്കരുത്. ഞാൻ ഇതുവരെ രാഷ്ട്രീയമായിട്ട് ഒന്നും പറഞ്ഞില്ല. ചോദ്യങ്ങള് ഞാൻ രാഷ്ട്രീയം പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അതിന്റെ പേര് കൈരളി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ അല്ല, അത് വിഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ല, അതിന്റെ പേരിലല്ല. കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. ആനയായിരുന്നു വിഷയം. അതുകൊണ്ട് എഴുന്നേറ്റ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. കഴിഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ. അല്ലല്ല, അല്ല, അങ്ങനെ പറയാം. താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു. അല്ല, അത് ഒരു ധവളപത്രം ഇറക്കാനേ ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ. അതുകൊണ്ടാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ. അല്ല, പൂർത്തീകരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ല. സ്റ്റേറ്റ് കൊടുക്കേണ്ട സ്റ്റേറ്റ് കൊടുക്കണം, സെൻട്രൽ കൊടുക്കണം. രണ്ട് നടന്നതുകൊണ്ടാണ് അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഇപ്പോഴത്തെ സർക്കാർ പൈസ കൊടുത്തിട്ടില്ല. സർക്കാരാണ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പൈസ കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കത്തയച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റേ ഏത് ചാനലിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ സെൻസ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അത്രയും അതൊരു വിമർശനമല്ല.